വരുമ്പോ ഇവിടെ ആരുടെ ഐഡിയ ആണ് മൊത്തത്തിൽ ഈ വീടിന് ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ഞാൻ ഹസ്ബൻഡും കൂടെ ഈ ടേബിൾ ഇത് നമുക്ക് ഈ ബെഞ്ചൊക്കെ നല്ല ഭംഗിയായിട്ട് റെസിൻ ആർട്ടാണോ ഇത്? അതേ തോന്നുന്നു. ഒരു ഗ്ലാസ് ആണ് ഇത്, ആക്ച്വലി ഗ്ലാസ് ആണ്. അത് ശരി. ഇതൊക്കെ ആരാ ഇങ്ങനെയൊക്കെ? അത് ഞങ്ങള് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചതാ. ആണോ? നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് ആക്ച്വലി ലൈറ്റ് ഉണ്ട്, അത് ഞാൻ ഓൺ ചെയ്തേ. ഇതൊരു കടലിന്റെ ഒരു ഡിസൈനിൽ ചെയ്ത. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുമ്പം എന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ട്, ചുമ്മാ ഇതിലോട്ട് നോക്കി നമുക്കൊരു ഫീല് നമ്മൾ വേറെ എന്തോ ഒരു വേറെ എവിടെയൊക്കെയോ എത്തിപ്പെട്ടതായിട്ടുള്ള ഒരു മാൽദീവ്സിലൊക്കെ എത്തിയ ഒരു ഫീൽ. എവിടെ ഇരുന്ന് കഴിക്കുന്ന ഒരു ഫീല്. നമുക്കിനി അടുക്കള കാണണ്ടേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് പറഞ്ഞപ്പോഴേ ഇതേ ലൈറ്റ് വെക്കാതിരുന്നതിന് കാരണം അറിയാലോ. ചേച്ചി വേറെ ലെവൽ. ഞാനിവിടെ വന്ന് കയറിയപ്പോ എബ്രാഹിം ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് ഫാമിലി ഒക്കെ ഇവിടെ ഇരുന്ന് കഴിക്കും, കാരണം അവിടെ കുക്കിംഗ് ഇവിടെ ചെയ്യുന്നില്ല ഈ കിച്ചണിൽ. അവിടെ വേറെ 2 കിച്ചണുണ്ട്, കുക്കിംഗ് എല്ലാം അവിടെയാണ്. അപ്പൊ ഇവിടെ സ്പെഷ്യൽ ഫുഡ് എന്താ? ഞാന് നാടൻ സാധാരണ കപ്പ മീൻകറി. കപ്പ മീൻകറി ആളാണ്, പക്ഷെ മക്കള് കപ്പ മീൻകറി അത്ര എൻകറേജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലല്ലോ അല്ലേ? ചേട്ടൻ മാത്രമേ ഉള്ളല്ലേ? അവർക്കെല്ലാം ബോംബെയിലെ സാധനങ്ങളൊക്കെ ഇഷ്ടം. ഈ വീട്ടിൽ ഞാൻ ഏറ്റവും നോട്ട് ചെയ്ത ഒരു കാര്യം എന്താന്ന് പറയട്ടെ, വീടിനകത്ത് ലിഫ്റ്റ് ഉള്ള എത്ര വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇവിടെ കണ്ടു. അതിന് പൈസ ഒരുപാട് ഉണ്ടായിട്ടല്ല ലിഫ്റ്റ് വെച്ചത്. ഇനിയിപ്പോ വേറൊരു വീടൊന്നും പണിയാൻ പറ്റത്തില്ല, ഇവിടെ തന്നെ അന്തം. ജീവിതകാലം മുഴുവൻ കഴിച്ചു തീർക്കാനുള്ള വീടാണ്. പിന്നെ നമ്മൾ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോ പതുക്കെ മുട്ടുവേദന, നടക്കാൻ വയ്യാതൊക്കെ വരുമ്പോ ഈ സ്റ്റെപ്പ് കയറി പോകാൻ പറ്റാണ്ട് വന്നു. സത്യല്ലേ? അപ്പൊ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്ലാനിങ്. ഇതാരായിരുന്നു ആ ഐഡിയ? ഇപ്പൊ തന്നെ എനിക്ക് സ്റ്റെപ്പ് കയറാൻ മടിയാ. അപ്പൊ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോ അമ്മാമ്മയൊക്കെ ആയി കഴിയുമ്പോ പതിയെ ലിഫ്റ്റിലോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ ആരുടെ സഹായം ഇല്ലാതെ, അല്ലെങ്കിൽ മോളെ മോനെ അമ്മേനെ ഒന്ന് പിടിച്ചെന്നൊക്കെ പറഞ്ഞു പതുക്കെ മേളിലൊക്കെ പോണം. ചേച്ചി വല്ലാതെ ദീർഘവീക്ഷണം. അല്ലെ പിന്നെ എന്നെ പറ്റും, താഴത്തെ എനിക്ക് വേണ്ടിട്ട് ഒരു റൂം ഉണ്ടാക്കിയിട്ടുണ്ട്, ആ റൂമിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. ഇത് ചേച്ചിയുടെ റൂമാണോ? അത് പക്ഷേ ഇപ്പൊ കാണാൻ പറ്റത്തില്ല. റെഡിയാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ ഞാൻ ഇറങ്ങിയതിന്റെ ഒരു ബഹളമാണ്. എങ്കിൽ ഞങ്ങൾ അവസാനത്തേക്ക് മുറി കാണിച്ചത്. ഇവിടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ ചേച്ചി? തിയേറ്റർ. ഹോം തിയേറ്റർ ഉണ്ട് ഇവിടെ. നമുക്ക് ഹോം തിയേറ്ററിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതല്ലേ? അങ്ങനെ നമ്മൾ തിയേറ്ററിൽ എത്തിയല്ലേ. ഇത് ആരുടെ ഐഡിയ ആണ് ഇങ്ങനെ തിയേറ്റർ? അതെ, ഇത് ഹസ്ബൻഡ് ഐഡിയ ആണ്. ഇഷ്ടംപോലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചേട്ടൻ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ആഗ്രഹിക്കണ്ടേ അല്ലേ? അതെ അതെ, മക്കൾക്കും പുള്ളിക്കാരനും ആയിരുന്നു ഇതിന്റെ ആവശ്യം. എനിക്ക് അങ്ങനെ ഭയങ്കര ക്രേസ്